എം.പി. ബഷീറിനെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിലൊരാൾ. ന്യൂസ് മലയാളം 24/7-ൽ എഡിറ്റർ ചുമതലയിൽ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നും രണ്ടുമല്ല, പതിറ്റാണ്ടുകളായി മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമാണ് ബഷീർ. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 10-ലധികം മാധ്യമ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൈരളി TV, ഡെക്കാൻ ഹെറാൾഡ്, UNI, മാധ്യമം എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ എല്ലാവർക്കും ഓർമ്മ കാണും. 2003-ൽ ഇന്ത്യ വിഷൻ തുടങ്ങിയപ്പോൾ സ്ഥാപക പത്രാധിപ സമിതി അംഗമായിരുന്നു എം.പി. ബഷീർ. 2010 മുതൽ 2014 വരെ ഇന്ത്യ വിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു. കേരളത്തിലെ ഡിജിറ്റൽ മാധ്യമരംഗത്തെ ആദ്യകാല സ്വതന്ത്ര സംരംഭങ്ങളിലൊന്നായ സൗത്ത് ലൈവിൻ്റെ സഹസ്ഥാപകനും എഡിറ്ററുമായിരുന്നു അദ്ദേഹം. മലയാള മാധ്യമരംഗത്തെ സംബന്ധിച്ച് എം.പി. ബഷീർ എന്ന പേര് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മൂന്നാറിലെ ഭൂമി കയ്യേറ്റം, ഐസ്ക്രീം പാർലർ കേസ്, CPM-ലെ വിഭാഗീയത, എൻഡോസൾഫാൻ ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ, ടൈറ്റാനിയം അഴിമതി കേസ്, കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടന്ന മരുന്ന് പരീക്ഷണങ്ങൾ തുടങ്ങിയ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ രാഷ്ട്രീയ കേരളത്തിൽ ശ്രദ്ധേയമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട എം.പി. ബഷീറിൻ്റെ റിപ്പോർട്ടുകളെ തുടർന്ന് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സംഭവിച്ചതൊക്കെ മാധ്യമ ചരിത്രത്തിലെ നിർണായക ഏടാണ്. ഒടുവിൽ കേസിൽ കുറ്റാരോപിതനായ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്ക് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവയ്ക്കേണ്ടി വന്നതും നമുക്കറിയാം. 1999-ൽ കർണാടകയിലെ കരിങ്കൽ കോറികളിൽ ദളിത് തൊഴിലാളികളെ ചങ്ങലക്കിട്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്നത് പുറം ലോകത്തെ അറിയിച്ച ആളും അദ്ദേഹം തന്നെയാണ്. കോറി മുതലാളികളുടെ മനുഷ്യാവകാശ ചൂഷണം പുറത്തു കൊണ്ടുവന്ന ഈ റിപ്പോർട്ടിന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റൈറ്റ്സ് റിപ്പോർട്ടർ അവാർഡ് ലഭിച്ചു. ഡെക്കാൻ ഹെറാൾഡിൽ പ്രസിദ്ധീകരിച്ച യങ് ഗ്രാൻഡ് മദേഴ്സ് ഓഫ് മലപ്പുറം എന്ന വാർത്ത നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മാധ്യമ ഫെല്ലോഷിപ്പിന് അർഹമായി. കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള പഠനത്തിന് എഡിറ്റർ പ്രേം ഭാട്ടിയ സ്മാരക ഫെല്ലോഷിപ്പ് കരസ്ഥമാക്കി. കേരളത്തിലെ ആദിവാസി മേഖലയിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പാനോസ് സൗത്ത് ഏഷ്യ ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കുറിയടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരത്തിൻ്റെ 100-ാം വർഷത്തിൽ കേരളത്തിലെ ലൈംഗിക വിചാരണകളെക്കുറിച്ച് DC ബുക്സ് പ്രസിദ്ധീകരിച്ച 3 കുറ്റവിചാരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയാണ് എം.പി. ബഷീർ. അദ്ദേഹം അത്ര ചെറിയ പുള്ളിയല്ല എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യമാണ്. അദ്ദേഹം ഇപ്പോൾ ജോയിൻ ദ സ്റ്റോറി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 2 മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒന്നാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ നേടിയത് വലിയ രീതിയിലുള്ള ടെസ്റ്റുകൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എം.പി. ബഷീർ നടത്തുന്ന ചില ശ്രദ്ധേയമായ വിലയിരുത്തലുകളുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നുള്ളതും അതിനുശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്നുള്ളതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബന്ധപ്പെടുത്താമോ എന്നുള്ളതുമൊക്കെ അദ്ദേഹം ഈ വിലയിരുത്തലിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ പതിറ്റാണ്ടുകളായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിലയിരുത്തൽ ഉറപ്പായും നമ്മൾ കേൾക്കേണ്ടത് കൂടിയാണ്. പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം കേരളത്തിലെ ഒരു ഭരണമാറ്റം അന്തിമമായി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞതിൻ്റെ തെളിവാണെന്ന വിലയിരുത്തൽ അസ്ഥാനത്താണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എം.പി. ബഷീർ ആരംഭിക്കുന്നത്. അതിനുള്ള കാരണവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷങ്ങളിലെ കേരളത്തിൻ്റെ വോട്ടിംഗ് പ്രവണതകളും ഇത്തവണത്തെ കണക്കുകളും സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ ഫലം നിയമസഭയിൽ അതേപടി പ്രതിഫലിക്കുമെന്ന് കരുതാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാദേശിക ജനവിധിയുടെ കാരണങ്ങൾ സംബന്ധിച്ച് ഇരു മുന്നണികളുടെയും ധാരണകളും അവയുടെ അടിസ്ഥാനത്തിൽ LDF-ഉം UDF-ഉം കൈക്കൊള്ളുന്ന നടപടികളും തിരുവനന്തപുരത്തെ വിജയത്തെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ BJP ചെയ്യാൻ പോകുന്ന PR പണികളും നിർണായകമാണ്. സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത ഇടതു വലതു മുന്നണികൾക്കും അവരിൽ ആരുടെ സാധ്യതയിലും അങ്കലാപ്പുണ്ടാക്കാനുള്ള അവസരം BJPക്കും തുറന്നു കിടക്കുന്നുവെന്നാണ് താൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാദേശിക വോട്ടുകളെ മണ്ഡലങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ള 2 കണക്കുകളാണ് തനിക്ക് ലഭ്യമായതെന്നാണ് അദ്ദേഹം പറയുന്നത്. മനോരമയുടെയും മാധ്യമത്തിൻ്റെയും. മനോരമയുടെ ടാബുലേഷനിൽ 80 UDF, 58 LDF, 2 NDA എന്നാണ് കാണുന്നത്. പരിഗണിച്ച വാർഡ് തലത്തിൻ്റെയോ മറ്റുള്ളവർ എന്ന ഇനത്തിൽ വന്ന വോട്ടുകളെ കണക്കാക്കിയതിലെ വ്യത്യാസമോ ചെറിയ ഏറ്റക്കുറച്ചിലിന് കാരണമാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുൻപൊരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ BJP വോട്ടുകൾ നിർണായകമാകും.
60 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് 20,000-നടുത്തോ അധികമോ വോട്ടുണ്ട്. കേരളത്തിൽ ബി ജെ പിക്ക് 30,000-നും മേൽ വോട്ടുള്ള 33 മണ്ഡലങ്ങളുണ്ട്. LDF, UDF വ്യത്യാസം 6,000-ൽ താഴെയുള്ള 20-ലധികം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് 30,000-നും മേലെയാണ് വോട്ട്. ഉദാഹരണം, മനോരമയുടെ കണക്കനുസരിച്ച് UDF 685 വോട്ടിൻ്റെ ലീഡുള്ള ഉദുമയിൽ ബി ജെ പിക്ക് 22,277 വോട്ടുണ്ട്. 2,781 വോട്ടിൻ്റെ ലീഡ് കണക്കാക്കുന്ന ബത്തേരിയിൽ ബി ജെ പിക്ക് 28,827 വോട്ടുകളുണ്ട്. ബി ജെ പിക്ക് 1,00,000-നും മേൽ വോട്ടുള്ള ഏലത്തൂരിൽ LDF-ന്റെ ലീഡ് 5,938 മാത്രം. LDF-ന് 1,826 വോട്ടിൻ്റെ ലീഡ് നൽകുന്ന ചെങ്ങന്നൂരിൽ ബി ജെ പിക്ക് 40,000-നും മേലെ വോട്ടുണ്ട്. ഈ വോട്ടുകളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇത്തരം മണ്ഡലങ്ങൾ അതിനിർണായകമാകുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. സ്വന്തമായോ സഖ്യം ചേർന്നോ കേരളം ഭരിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നത് ഉറപ്പായിരിക്കെ തന്നെ മറ്റു 2 മുന്നണികളിൽ ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ RSSന്റെ ഒറ്റ തീരുമാനം മതി. അതാണ് നില എന്നുള്ളതാണ് MB ബഷീർ ചൂണ്ടിക്കാട്ടുന്നത്. LDF-ന് മേൽ 5% വോട്ട് ഷെയറിൻ്റെ മേൽക്കൈയുണ്ട് എന്നതാണ് UDF-ന്റെ വലിയ പ്രതീക്ഷാഹേതു. ശരിയാണ്, 5% സ്വിങ് വലിയ കാറ്റ് വീഴ്ചയുണ്ടാവും കേരളത്തിൽ. പക്ഷേ മറ്റുള്ളവർ എന്ന കാറ്റഗറിയിലെ 13% അപ്പോഴും പിടികൊടുക്കാതെ മാറി നിൽപ്പുണ്ട്. നിയമസഭയിൽ അത് എങ്ങോട്ടും അറിയാം. UDF-ന്റെ വിജയത്തിന് പിന്നിൽ ആ മുന്നണിയുടെ മികവോ പ്രവർത്തനങ്ങളോ ഒരു തരത്തിലും കാരണമായിട്ടില്ല. അവർ വോട്ടെടുപ്പ് ദിവസം പോലും അലമുണ്ടാക്കുകയായിരുന്നു. അവരുടെ നയസമീപനങ്ങളോടുള്ള ജനപ്രിയതയോ അവർ നടത്തിയ പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ അംഗീകാരമോ അല്ല തദ്ദേശ വിജയം. 10 വർഷത്തെ ഇടതുഭരണത്തോടുള്ള ഒരു ചെടിപ്പിൻ്റെ പേരിൽ ഒരു മേൽക്കൈ UDF-നുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വപ്നാടനത്തിലേക്ക് തിരിഞ്ഞ കോൺഗ്രസ്സുകാർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. 2001-ലെ AK ആന്റണിയുടെ വിജയത്തിന് ശേഷം ആധികാരികതയുള്ള ഒരു വിജയം നിയമസഭയിൽ കേരളം UDF-ന് നൽകിയിട്ടില്ല. 2001-ൽ കോൺഗ്രസിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അതേ ജനം 2004-ൽ വാജ്പേയി സർക്കാരിനെ താഴെ ഇറക്കാൻ മുന്നിട്ടിറങ്ങുകയും മലപ്പുറം ഉൾപ്പെടെ 18 ലോക്സഭാ സീറ്റുകൾ LDF-ന് നൽകുകയും ചെയ്തു. 2005-ലെ തദ്ദേശത്തിലും 2006-ലെ നിയമസഭയിലും അതേ നില തുടർന്നു. പക്ഷേ 2009-ൽ ലോക്സഭയിലെത്തിയപ്പോൾ കളം മാറ്റി ചവിട്ടി. അതിനിടയിൽ 2008-ൽ നിയമസഭാ മണ്ഡല പുനർനിർണയവും നടന്നു. 2010-ലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഫലം ഇന്നത്തേതിനേക്കാൾ UDF-ന് അനുകൂലമായിരുന്നു. തൊട്ടടുത്ത നിയമസഭയിൽ 100 സീറ്റിൻ്റെ ലീഡാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. എന്നാൽ പിറവത്തും മണലൂരിലും 1000 വോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെ. 1000 വോട്ടിൻ്റെയും 2 സീറ്റിൻ്റെയും 1% വോട്ടിൻ്റെയും വ്യത്യാസത്തിലാണ് രണ്ടാം VS സർക്കാർ വരാതെ പോയത്. സീറ്റ് 72-68. അതുകൊണ്ട് 2010-ഉം 2011-ഉം ഇത്തവണ ആവർത്തിക്കുമെന്ന് പറയാറായിട്ടില്ല. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും പ്രാദേശിക സമിതികളിലേക്കും സവിശേഷമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ വോട്ട് ചെയ്യുന്ന ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാരാണ് നമ്മളെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ 2 പതിറ്റാണ്ടിൻ്റെ കണക്കുകൾ മാത്രം മതി. 2026-ലെ ഫലം കോൺഗ്രസിനും CPM-നും ഒരുപോലെ പ്രധാനമാണ്. ചുരുങ്ങി രാഷ്ട്രീയ ആസ്ഥാനം ഫലത്തിൽ കേരളത്തിലേക്ക് മാറ്റിയ കോൺഗ്രസിന് ഇവിടെയും ഒരു തോൽവിയുണ്ടായാൽ രാഷ്ട്രീയ പ്രസക്തി തന്നെ നഷ്ടമാകും. രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിനുള്ള നിയമസാധുത നഷ്ടപ്പെടും. എന്നാൽ CPM തോറ്റാൽ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം തന്നെ വഴിതിരിയും. തോറ്റാൽ അരനൂറ്റാണ്ടിനിടയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് പോലും ഇടതുഭരണം നിലവിലില്ലാത്ത ഒരവസ്ഥയാകും അടുത്ത മെയ് മാസത്തോടെ വന്നു ചേരുക. അതിനാൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വാശിയേറിയ മത്സരമാകും ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. MB ബഷീർ പറയുന്നു, എൻ്റെ നോട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ മുൻപൊരിക്കലുമില്ലാത്ത വിധം സംശയത്തിൻ്റെ നിഴലിലായി എന്നുള്ളതാണ് അവർ നേരിട്ട പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം. മുസ്ലിം ജനസാമാന്യത്തിൻ്റെ 1% പോലും പിന്തുണയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ അനുവാദം നോക്കാതെ രാക്ഷസവൽക്കരിച്ചു. ജമാഅത്ത് എന്ന ശുഷ്കജീവി ഇത്രയുള്ളൂ എന്നറിയുന്ന മുസ്ലിം സമുദായം അത് തങ്ങൾക്കെതിരായ നിലപാടായി തന്നെ സംശയിച്ചു. അപരമത വിദ്വേഷം തെരുവിലാകെ തുപ്പി നടന്ന വെള്ളാപ്പള്ളി മുതലാളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി നവോത്ഥാനം നടപ്പാക്കിയപ്പോൾ അവർ അത് ഉറപ്പിച്ചു. എന്നാൽ ജമാഅത്തിനെ തെറിവിളിക്കലും വെള്ളാപ്പള്ളി മഹാത്മ്യവും വടക്ക് മുസ്ലിങ്ങളെ അകറ്റിയപ്പോൾ തെക്ക് ഹിന്ദു ഈഴവ വോട്ട് പകരം കിട്ടുമെന്ന കണക്കുകൂട്ടലുകൾ തന്നെ തെറ്റി. എവിടെ നിന്നോ വന്ന എന്നോ സംഭവിച്ച ഒരു തകിട് മോഷണത്തിൻ്റെ പേരിൽ UDF-ഉം BJP-യും അഴിച്ചുവിട്ട വൻ പ്രചരണങ്ങളിൽ എല്ലാം തകിടം മറിഞ്ഞു. ശരിക്കും അയ്യപ്പനുണ്ടെന്ന് അവിശ്വാസികൾക്ക് പോലും തോന്നും വിധം അയ്യപ്പ കോപമുണ്ടായി. AKG സെൻറ്ററിൻ്റെ അടുക്കളപ്പുറത്തെ അധിക ഭക്ഷണം തേടിയെത്തുന്ന CPM-ൻ്റെ സോഷ്യൽ മീഡിയ പെറുക്ക് തീനികൾ കരുതി വച്ച കതിനുകളൊന്നും
പിന്നെ പൊട്ടിയതുമില്ല എന്നും എം പി ബഷീർ പറയുന്നുണ്ട്. അവസാനമായി എം പി ബഷീർ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: എന്നോട് കോപിക്കരുത്, എല്ലാം താൽക്കാലികമാണെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഡിസംബർ 13, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം, അത് ആരുടെയും മേലുള്ള അന്തിമ വിധിയെഴുത്തല്ല എന്നാണ്. എന്നാൽ പുതിയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ 2026 മെയ് മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെയും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെയും മേലുള്ള നിർണായകമായ വിധിയെഴുത്തായിരിക്കും.